എൻ്റെ അങ്കിളിനും ആൻറ്റിക്കും 50ാം വാർഷിക ആശംസകൾ നേർന്നുകൊള്ളുന്നു. എനിക്ക് തന്നിരിക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ ഇതിഹാസ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ഓരോരുത്തരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്നിൽ നിന്നുണ്ടായാൽ ക്ഷമിക്കണമെന്ന് വിഹിതമായി അപേക്ഷിക്കുന്നു. പരേതനായ ഗീവർഗീസ് ഉണ്ണിയുടെയും പരേതനായ മറിയാമ്മയുടെ മകനായി അമ്മിണി, ബാബു, ജോയി, സാൻ, സാലി എന്നിവരുടെ മൂത്ത സഹോദരനായി 1948 ഏപ്രിൽ 4 നമ്മുടെ കഥാനായകനായ വർഗീസ് എന്ന തങ്കച്ചൻ ജനിച്ചു. പരേതനായ ചാക്കോ വർഗീസിന്റെയും പരേതനായ ഏലിയാമ്മയുടെ മകളായ പാപ്പച്ചന്റെയും മണിയമ്മയുടെയും പരേതനായ മാത്തുക്കുട്ടിയുടെയും ഏറ്റവും ഇളയ സഹോദരിയായി നമ്മുടെ കഥാനായിക വത്സ എന്ന വത്സമ്മ 1954 ഡിസംബറിൽ ജനിച്ചു. ഫെബ്രുവരി 17 മുളക്കൽ കുടുംബത്തിലെ ആദ്യ വിവാഹം ഇവരുടേതായി നടന്നു. ഡിസംബർ 24 മിനി എന്ന വ്യക്തി ആദ്യ കൺമണിയായി ജനിച്ചു. അടുത്തത് 1977 നവംബർ 1 കേരള ദിനത്തിൽ റിനി എന്ന ബിൻസി രണ്ടാമത്തെ കുഞ്ഞായി ഇവർക്ക് പിറന്നു. അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം 1982 ജൂലൈ 23 ആറ്റുനോക്കി കാത്തിരുന്ന അനു എന്ന ആൺകുഞ്ഞും ജനിച്ചു. ആഹാ, എന്താവരും! മക്കളെ പഠിപ്പിച്ചു വളർത്തി. ആദ്യ മോൾക്ക് 2001 ഫെബ്രുവരി 8 കൊല്ലം ചെങ്കുളത്തെ ഉള്ള റെജിയെ വരനായി കണ്ടെത്തി. റെജാൻ സ്വാഗതം. അടുത്ത വർഷം തന്നെ, അതായത് 2002 ജാനുവരി 6 രണ്ടാമത്തെ മകൾക്ക് കൊല്ലത്ത് കരിപ്രയിലുള്ള അനിലിന്റെ ഭാര്യയെ നൽകി. ജനുവരി 4 ആദ്യ പേരക്കിടാവായി രണ്ടാമത്തെ മകൾക്ക് മാളു എന്ന മോൾ ജനിച്ചു. ശേഷം, അതായത് 2004 ജൂലൈ 7 റൂബൻ എന്ന പേരക്കിടാവ് മൂത്ത മകൾക്ക് ജനിച്ചു. 2008 നവംബർ 28 മിന്നു എന്ന പേരക്കിടാവ് രണ്ടാമത്തെ മോൾക്ക് ജനിച്ചു. 2009 സെപ്റ്റംബർ 27 പെണ്ണ് കിട്ടാതെ പുലനിറഞ്ഞു നിന്ന അനുവിന് ലീന എന്ന സീറത്തോടുകാരിയെ ഭാര്യയായി നൽകി. എന്നിട്ടും അവൻ നന്നായിട്ടില്ലെന്നാണ് അറിവ്. പിന്നെ അവന്റെ ഊഴമായിരുന്നു. 2011 ജാനുവരി 29 വാവാച്ചി എന്ന പേരക്കിടാവ് അനുവിന് ജനിച്ചു. വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ 2011 ഏപ്രിൽ 14 മൂത്ത മകൾക്ക് റിനാൾ എന്ന പേരക്കിടാവ് ജനിച്ചു. 2013 ജൂൺ 21 കുഞ്ഞാവ അടുത്ത പേരക്കിടാവ് അനുവിന് ജനിച്ചു.
ഈ കുടുംബത്തിലെ അവസാന പേരക്കിടാവായി 2016 നവംബറിന് എഫ്രൈം അനുവലീന ദമ്പതികൾക്ക് മകനായി ജനിച്ചു. ഇതാണ് ഈ കുടുംബത്തിന്റെ ചരിത്രം. എല്ലാവർക്കും തന്നെ ഈ കുടുംബത്തിന് നല്ലൊരു കൈയ്യടി നൽകും. താങ്ക് യു.